ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും കുക്കിങ്ങും ഫുഡും എല്ലാം എങ്ങനെയുണ്ട്? വളരെ ട്രാജഡി നിറഞ്ഞതാണല്ലേ? ട്രാജഡിയല്ല, ഞാൻ കപ്പപ്പുഴുക്ക് അടുപ്പിലുണ്ടാക്കി. ഇതാണ് കപ്പപ്പുഴുക്ക്. കപ്പപ്പുഴുക്കിന് കറിയാണ് ചൂരമീൻ കറി. അതൊക്കെ നമ്മുടെ ബേസിക്കലി ഉള്ള ഒരു ഇഷ്ടങ്ങളാണ്. ഗ്യാസില്ല, വിറകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങ് കഴിക്കുക. പിന്നെ ഇന്ന് മുട്ട റോസ്റ്റാണ്, പിന്നെ ചൂരക്കറിയാണ്, പിന്നെ അപ്പമാക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന് കറി എന്ന് വെച്ചാൽ ചോറിന് വൻപയറാണ്, പിന്നെ മാങ്ങ ചമ്മന്തി, പിന്നെ ചോറ്. ഈ പ്രതിസന്ധിയിൽ ഇതൊക്കെ ധാരാളമാണ്. കുറച്ച് ഓവറാന്നേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ അങ്ങ് കഴിച്ചാൽ എന്തെല്ലാം വർക്കുകളാണ്. ചോറുണ്ടാക്കിയാൽ ചോറിൻ്റെ ഊറ്റുന്ന വെള്ളമില്ല, കഞ്ഞി വാട്ടർ, ഇറ്റ്സ് വെരി പ്രഷ്യസ് ആണ്. എല്ലാ ജീവജാലങ്ങൾക്കും കഞ്ഞി വാട്ടർ നല്ലതാണ്. ഈവൻ ഒരു മെഡിസിനൽ വാട്ടർ പോലെ എടുക്കാം. ഡീഹൈഡ്രേഷൻ വരുമ്പോഴും ഡയറിയ വരുമ്പോഴും ഒക്കെ കഞ്ഞി വാട്ടർ കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്ത്, അധികം സോൾട്ട് പാടില്ല, വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷനും സോഡിയം കുറവുള്ളവർക്കും ഒക്കെ ലേശം ഉപ്പൊക്കെ ഇട്ട് കഞ്ഞിവെള്ളം അങ്ങ് കുടിക്കുക ധാരാളം. നല്ല ഹെൽത്താണ്. പണ്ടുള്ളവരൊക്കെ അങ്ങനെയല്ലേ അല്ലേ? പണ്ടുള്ളവരൊക്കെ കഞ്ഞിവെള്ളവും പഴയങ്കഞ്ഞിയും കപ്പയും അതൊക്കെ കഴിച്ചിരുന്ന കാലം അവരുടെ ഒരു ഹെൽത്തേ. ഇന്ന് അതൊന്നും ആർക്കും വേണ്ട. കഞ്ഞിവെള്ളം എല്ലാം വേസ്റ്റ്. പക്ഷേ എൻ്റെ കിങ്ങിണി ആടുള്ളതുകൊണ്ട് ഞാൻ അവർക്കത് കൊടുക്കും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്. ഇപ്പം അവരെ പുറത്ത് കെട്ടിയിട്ടുണ്ട് മേയാൻ. ചൂട് കൂടുമ്പോഴത്തേക്കും അവരെ അഴിച്ചുകൊണ്ട് വരും. പിന്നെ എന്ത് പറയാനാന്ന് ചോദിച്ചാൽ, നമ്മുടെ മാവൊക്കെ ഇല്ലേ, മാവ് നല്ലതാണ് കേട്ടോ. അടിപൊളി മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. ഓഹോ, മൂവാണ്ടൻ മാവാണെന്ന് ഇപ്പം മനസ്സിലായി. 3 വർഷം ആയപ്പോഴത്തേക്കും അത് കായ്ച്ചു. കുട്ടികളൊക്കെ കരച്ചിലൊക്കെ മാറ്റാൻ മാവിൻ്റെ ചോട്ടിൽ പണ്ട് അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. കുട്ടിക്കുരുന്നുകളൊക്കെ കണ്ണിമാങ്ങ അടിച്ച് കളഞ്ഞത് കൊണ്ടല്ലേ ആ കവിത വന്നത്. അപ്പോൾ ഈ മാവ് വളരെ നന്ദിയുണ്ട് മാവേ, മാങ്ങ കായ്ക്കൂ. ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അടുത്ത പ്രാവശ്യമാകുമ്പോൾ നല്ലപോലെ മാങ്ങ ഉണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും ചോദിക്കുന്ന വെള്ളമുണ്ടോ, കിണറ്റിൽ വെള്ളമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വെള്ളവും ഇനി സൂക്ഷിക്കണം. പിശുക്കി എല്ലാം ജീവിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ചെയ്യുക അല്ലേ? ഇനി പണി മാത്രം ചെയ്താൽ ശരിയാവൂലല്ലോ. കുറച്ച് ഫുഡൊക്കെ അങ്ങ് കഴിക്കണ്ടേ? ടൈമിലി ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് അവർ ഹെൽത്ത്. എന്താ ചെയ്യുക? ഓക്കെ, അപ്പോൾ അടുത്ത പണിയിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.